Hello everyone, welcome to our new video. So assistant engineer in harbour engineering ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ മാസം 22-ാം തീയതി കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രൊവിഷണൽ കീ വന്നു. നമ്മളതിൻ്റെ ഫൈനൽ കീക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ. സോ കേരള PSCയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ന്യൂസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സാധാരണയായിട്ട് കേരള PSCയുടെ കമ്മീഷൻ യോഗങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പം ആഗസ്റ്റ് 5-ാം തീയതി നടന്നിട്ടുള്ള കേരള PSCയുടെ കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, സോ താഴെ പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇതിലൊന്നും നമുക്ക് ആവശ്യമുള്ളതില്ല. ലാബ് അസിസ്റ്റൻറ്റ്, കേരള വാട്ടർ അതോറിറ്റി, ഇതൊക്കെ സിവിലാണ്. ഓവർസിയർ ഗ്രേഡ് 3. ദെൻ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഹെഡ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലാണ്. ദെൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, കണ്ടോ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, കാറ്റഗറി നമ്പർ 123/2023. ഈ ഒരു പരീക്ഷ നമ്മൾ എഴുതിയതായിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ കീ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുക? യെസ്, അടുത്ത ദിവസങ്ങളിൽ തന്നെ, മിക്കവാറും ചിലപ്പോൾ ഇന്ന് തന്നെ വന്നേക്കാം. ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്കതിൻ്റെ ഫൈനൽ കീ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം വേഗത്തിൽ തന്നെ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഹെഡ് ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയിലെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഫൈനൽ കീ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു കേട്ടോ. കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഇലക്ട്രിക്കലിൻ്റെയും ഫൈനൽ കീ നമുക്ക് കാണാം. നമുക്ക് ആ സമയത്ത് നോക്കാം കേട്ടോ. അതേ സമയത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആൻസർ കീയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. യെസ്, സോ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ഫൈനൽ കീ വന്നു കേട്ടോ. 124/2023 അതിൻ്റെ ഫൈനൽ കീ വന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ, ചിലപ്പോൾ ഇന്ന് തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൻ്റെയും ഫൈനൽ കീ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഉടൻ തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞാൽ എന്താ അടുത്ത പ്രൊസീജിയർ? യെസ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള മെസ്സേജസ് ഒക്കെ വരും. ദെൻ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, യെസ്, അതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു പരീക്ഷയായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്